നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 756th day. Today 36th sloka of Pradhamaskanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 756-ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം. ഭഗവാൻ തുടരുകയാണ്. മത്തം പ്രമത്തമുന്മത്തം സുപ്തം ബാലം സ്ത്രിയം ജഡം പ്രപന്നം വിരതം ബീദം നരിപും ഹന്തി ധർമ്മവിത്. ഓം തത്സത്. മത്തം പ്രമത്തമുന്മത്തം സുപ്തം ബാലം സ്ത്രിയം ജഡം പ്രപന്നം വിരതം ബീദം നരിപും ഹന്തി ധർമ്മവിത്. ഓം തത്സത്. പദം പിരിക്കേണ്ടത് മത്തം മതിച്ചവനെ, പ്രമത്തം അവിഹിതമായി പ്രവർത്തിക്കുന്നവനെ, അതായത് തൻ്റെ ഹിതം അറിയാതെ പ്രവർത്തിക്കുന്ന, സ്വന്തം ഹിതം അറിയാതെ പ്രവർത്തിച്ചു പോകുന്നവൻ. ഉന്മത്തം ഭ്രാന്തനെ, സുപ്തം ഉറങ്ങുന്നവനെ, ബാലം കുട്ടിയെ, സ്ത്രീയം സ്ത്രീയെ, ജഡം ഉത്സാഹമില്ലാത്തവനെ, പ്രപന്നം ശരണം പ്രാപിച്ചവനെ, വിരതം തേരില്ലാത്തവനെ, ആയുധം തേരുവെന്നുമില്ലാത്തവനെ, ഭീതം ഭയപ്പെട്ടവനെ. ഇങ്ങനെയുള്ള ഇവർ ശത്രുക്കളായാൽ പോലും അവരെ ധർമ്മം അറിയുന്നവർ വധിക്കുന്നില്ല. അതായത് ഭീതം ഭയപ്പെട്ടവനെ, രിപും ശത്രുവിനെ, ധർമ്മവിത്ത് ധർമ്മം അറിയുന്നവൻ, ധർമ്മവിത്ത് എന്ന് പറഞ്ഞാൽ ധർമ്മം അറിയുന്നവൻ, നഹന്തി ഹനിക്കുന്നില്ല, കൊല്ലുന്നില്ല. അതായത് ശത്രുവായാലും ചെറിയ കുട്ടികളെ കൊല്ലുന്നത് ധർമ്മമല്ല. അതേമാതിരി അത്രയ്ക്കും ചെറിയ കുട്ടികളെ കൊല്ലുന്നത് ഏറ്റവും വലിയ പാപമാണ്. അത് ശത്രുവായിരുന്നാൽ പോലും ആ കുട്ടിയെ കൊല്ലാൻ പാടില്ല. അതല്ലാതെ ഉറങ്ങുന്നവൻ, ധർമ്മശാസ്ത്രപ്രകാരം ആരെയൊക്കെ അവർ ശത്രുവാണെങ്കിൽ പോലും കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. മദ്യം മറ്റും സേവിച്ചിട്ട് മതം പിടിച്ചവനെ, മത്തനായിട്ടുള്ളവനെ, പിന്നീട് സ്വന്തം വിഷയത്തിൽ മനസ്സ് ചെല്ലാത്തതിനാൽ, സ്വന്തം വിഷയത്തിൽ ബുദ്ധിക്ക് മാറ്റം ഭവിച്ചിട്ട് മറ്റു വിഷയത്തിൽ മനസ്സ് ചെല്ലാതെ ഒരുമാതിരി ഇരിക്കുന്ന ആളെ, പിന്നീട് ഭ്രാന്തനെ, സ്ത്രീകളെ, കുട്ടികളെ, ജഡം ഉത്സാഹമില്ലാത്തവനെ, തന്നെ ശരണം പ്രാപിച്ചവനെ, തേരില്ലാത്തവൻ, ആയുധമില്ലാത്തവൻ, ഇങ്ങനെയുള്ളവരെയൊന്നും വാഹനമില്ലാതെ നിൽക്കുന്നവൻ, ഭയപ്പെട്ടവൻ, ഇപ്രകാരമുള്ളവർ ശത്രുവായിരുന്നാൽ പോലും ധർമ്മം അറിയുന്ന ആൾ കൊല്ലുകയില്ല. നമുക്ക് അധ്യാത്മരാമായണത്തിലെല്ലാം കാണാവുന്നതാണ്. രാവണൻ തൻ്റെ മുന്നിൽ നിന്ന് ശ്രീരാമഭഗവാന്റെ ആയുധങ്ങളൊക്കെ, ശ്രീരാമഭഗവാൻ രാവണൻ്റെ ആയുധങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞപ്പോൾ ഭയപ്പെട്ട് തേരുമില്ലാതെ നിന്ന രാവണനോട്, നീ ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ്, നീ പോയി നാളെ ആയുധങ്ങളോടും രഥത്തോടും കൂടി തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ശ്രീരാമദേവൻ അയക്കുന്നത്. അപ്രകാരം ആയുധം നഷ്ടപ്പെട്ടിട്ടും ഭയത്തോടെയും ഇരിക്കുന്നവരെയൊക്കെ അവർ എത്ര വലിയ ശത്രുവായാൽ പോലും അവരെ കൊല്ലാൻ പാടില്ല എന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത്. അങ്ങനെയിരിക്കെ ഉറങ്ങുന്ന, തൻ്റെ ശത്രുക്കളൊന്നുമല്ലാത്ത ഉറങ്ങുന്ന ചെറിയ കുട്ടികളെ, ഉറങ്ങുന്നവരും കുട്ടികളുമായിട്ടുള്ളവരെ ഈ അശ്വത്ഥമാവ് ഒളിഞ്ഞു വന്ന് കൊന്നത് ഏറ്റവും വലിയ അപരാധമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അശ്വത്ഥാമാവിനെ വധിക്കാം
അവനെ കെട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അശ്വത്ഥമാവ് എന്തുകൊണ്ടും വധിക്കാൻ അർഹനാണ്. എനിക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല. വധിക്കാതെ പിടിച്ചു കെട്ടി കൊണ്ടുപോവുകയാണ് അർജുനൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെയുള്ള ധർമ്മശാസ്ത്രങ്ങളൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അർജുനൻ്റെ ധർമ്മം അറിയാനും അർജുനൻ്റെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണ്, എത്രത്തോളം ധർമ്മനിരതമാണ് എന്ന് അറിയുവാൻ കൂടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം അർജുനനും അറിയാമെങ്കിലും എല്ലാ കാര്യവും ഈ സമയത്ത് ക്ഷോഭിച്ചിരിക്കുന്ന ഈ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. മത്തം പ്രമത്തമുന്മത്തം സുപ്തം ബാലം സ്ത്രിയം ജഡം പ്രപന്നം വിരധം ഭീതം നരിപും ഹന്തി ധർമ്മവീത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. ഓം തത്സത്.